ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വെന്യൂലെ HX5 വേരിയന്റ് ആണ്. വെന്യൂലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് HX5 വേരിയന്റ് ആണ്. HX5ന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഇത് HX5ലെ 1.2 പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് ആണ്. ഈ വേരിയന്റിലേക്ക് വരുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ വെന്യൂലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള HX5 വേരിയന്റ് ആണിത്. HX5ലെ 1.2 പെട്രോൾ എഞ്ചിനാണ്. HX5 നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. പക്ഷേ ഈ 1.2 പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും തന്നെ വരുന്നില്ല. എല്ലാ HX5ഉം അല്ലെങ്കിൽ എല്ലാ വെന്യൂവിന്റെയും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ വേരിയന്റിൽ നമുക്ക് ആ കണക്റ്റഡ് DRL വരുന്നില്ല, പകരം വശങ്ങളിൽ മാത്രമാണ് DRL കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റിന്റെ ചുറ്റും ആ ഒരു സിൽവർ ഫിനിഷ് വരുന്നത് കൊണ്ടാണ് ഇത് എക്സ്റ്ററിന്റെ ലുക്ക് എന്ന് പലരും പറയുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലെ സിൽവർ ഫിനിഷ് സ്കിപ്പ് ലൈറ്റ് കാണാം. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്ലാസ് പോർഷന്റെ അകത്തായിട്ടാണ് നമുക്ക് ആ ഒരു ക്രോം ഇൻസെർട്ട് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു DRLന് പകരം ചെറിയൊരു സിൽവർ ലൈനാണ് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നോർമലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത്. കാര്യം 1.2 പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 195 50R15 ആണ് ടയർ സൈസ് വരുന്നത്. ആ ഒരു അലോയ്സിന്റെ ലുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നോർമൽ വീൽ കപ്പ് കാര്യങ്ങളാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ആ സ്റ്റീൽ വീൽസിന്റെ കളർ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട് വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 195 65R15 ആണ് ടയർ സൈസ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ മിറേഴ്സിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ടോപ്പിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. വേറെ വശങ്ങളിൽ ചുറ്റോറും വാഹനത്തിന് ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നതാണ്. അത് ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എടുത്തറിയാത്തതാണ്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. അത് എല്ലാ വെന്യൂവിനും കോമൺ ആയിട്ട് കൊടുത്തിരിക്കും. അങ്ങനത്തെ വെന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിലേക്ക് വരുമ്പോഴും മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഇതിനകത്ത് ബാക്ക് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഫോഗർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ടോപ്പിൽ നമുക്ക് ഷാർഫിൻ ആന്റിന കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ടെയിൽ ലൈറ്റ് നമുക്ക് ഇന്റീരിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസൈനിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പാഴ്സൽ ട്രേ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സ്പെയർ വീല് സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 375 ലിറ്ററാണ് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയന്റിലാണ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിൽ ഇന്റീരിയർ കാണാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറിലാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ്. സ്പീക്കർ വീല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു നമ്മുടെ ഈ ഒരു പാനലിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് സീറ്റ് വരുന്നത്. ഒരു ലൈറ്റിഷ് ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ടോപ്പ് പാർട്ട് നമുക്കൊരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെന്റ്സിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇനി അകത്തു നിന്നുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം HX5 വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ കളർ ടോൺ കാര്യങ്ങളെല്ലാം നമുക്ക് സിമിലർ ആയിട്ടാണ് ലഭിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് സിമിലർ സ്റ്റിയറിംഗ് വീലാണ് ലഭിക്കുന്നത്. താഴെ ഒരു ഫ്ലാറ്റ് ബോട്ടം എന്നൊക്കെ പറയാം. താഴെ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശത്ത് മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ആണ് വരുന്നത്. ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഈ 1.2 പെട്രോൾ എഞ്ചിനുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും.
ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്പീഡോമീറ്ററും RPM ഫുള്ളി ഡിജിറ്റൽ ആണ്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. വൈപ്പറിന്റെ ഡെൻസിറ്റി അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty അങ്ങനെ ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ബേസ് വേരിയന്റിലും സിമിലർ സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ഫീച്ചേഴ്സിലാണ് ഡിഫറൻസ് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് സെയിം 12.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ തന്നെ ക്യാമറയും അത് HD ക്ലാരിറ്റി അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഈ സിമിലർ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫംഗ്ഷൻ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും കാണാനായിട്ട് പറ്റും. 4 സ്പീക്കർ അതിനകത്ത് വരുന്ന ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ക്യാമറ നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ ഇവിടെ വ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ക്യാമറ ഡയറക്ട്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതായത് HX5 വേരിയന്റിൽ നമുക്ക് ഓട്ടോ AC ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള മാനുവൽ AC ആണ്. താഴേക്ക് വന്നാൽ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. താഴെയായിട്ട് ഇവിടെ നമുക്ക് ഒരു Type-C ചാർജിംഗ് പോർട്ട്, ഒരു ചാർജിംഗ് പോർട്ട് അല്ലെങ്കിൽ മീഡിയ കണക്ഷൻ്റെ ഉള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ ആണ് വരുന്നത്. ചുറ്റും ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ കീ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് HX5 ആണ്. ഇത് HX5 1.2 ആണെന്ന് അറിയാം. ഇതിനകത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്. അതിന്റെ ടോപ്പ് വാഷ് ഫോട്ടോ ഒരു വൈറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡ്, സൺവൈസസ്, മിറർ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. IRVMs, മാനുവൽ ഡിമ്മുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ പോലും വരുന്നില്ല. പിന്നെ HX5 വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സൺറൂഫ്. ഇപ്പൊ ഈ മഴയത്തൊക്കെ സൺറൂഫ് നല്ല രസമാണ്. മഴയൊക്കെ കണ്ടിരിക്കാം. മഴയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഫുൾ വൈറ്റ് ഫിനിഷിൽ ലഭിക്കും. ഇവിടെ റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അതും ഹാലുവനായിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഗ്ലോ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ എല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാം. ഇപ്പോ ബേസ് വേരിയന്റ് തൊട്ട് HX5 വരുമ്പോൾ ഈ ഒരു പോർഷൻ എക്സാക്ട്ലി സിമിലർ ആണ്. അതിനകത്തുള്ള ഫീച്ചേഴ്സിനായി ഡിഫറൻറ്റ്. സ്റ്റിയറിംഗ് വീലും ബേസ് വേരിയന്റിൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. HX5 വരുമ്പോൾ അഡീഷണലി നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് ശരിക്കും അഡീഷണലി വരുന്നത്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റുകളാണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് സെന്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല, സെന്റർ ആംറെസ്റ്റും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ബാക്കിലേക്ക് നമുക്ക് ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിംഗ് പോർട്ടുകളും കാണാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ ഇതിനകത്ത് വരുന്നില്ല. പാഴ്സൽ ട്രേ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പഴയ വെന്യൂവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞൊരു കൺസേൺ ആയിരുന്നു ബാക്കിലെ സ്പേസ്. പുതിയ വെന്യൂലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ആണ് ബാക്കിൽ. ഇപ്പൊ ഇതിനകത്ത് ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ് എങ്കിലും ഇപ്പോ എനിക്ക് ഏകദേശം 5'11" ആണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഇല്ലെങ്കിലും ഫീല് ചെയ്യുന്നില്ല. വെന്യൂ HX5 വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ ലഭിക്കുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് ADAS പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് TPMS ആഡ് ഓൺ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ VT പെട്രോൾ എഞ്ചിനാണ്. 83 PS, അതായത് 82 HP ആണ് പവർ. 114 Nm ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. 1.2 പെട്രോൾ എഞ്ചിനുള്ള വെന്യൂയിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. നിങ്ങൾക്ക് മാനുവൽ വണ്ടി വേണം, എന്നാൽ എക്സ്റ്ററിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള, കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി ലുക്കുള്ള ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വെന്യൂവിന്റെ ഒരു വേരിയന്റ് ആണ് ശരിക്കും HX5. വെന്യൂല് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഐദർ ടർബോ പെട്രോൾ എടുക്കുക അല്ലെങ്കിൽ HX5 വേരിയന്റിലുള്ള ഡീസൽ എടുക്കുക. ഡീസലിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഈ വേരിയന്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിലേക്ക് നോക്കുന്നതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത്. ഇനിയും ഈ വേരിയന്റിന്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ HX5 വേരിയന്റിന് 10,68,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ബേസ് വേരിയന്റ് HX2ന് 9,25,000 രൂപ, HX4ന് 10,28, HX5ന് 10,60,
അതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ HX4 വേരിയന്റിനേക്കാളും 40,000 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് HX5 വേരിയന്റ് എടുക്കാം. എനിക്ക് തോന്നുന്നു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള ഫീച്ചേഴ്സ് ആണ് HX4 കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അഡീഷണലി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ HX5 തന്നെ നമുക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതിന് 1131, അതായത് ഇതിനേക്കാളും 70,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം ലഭിക്കും. അതിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 1270. ഇനി ഡീസൽ മാനുവലാണ് നോക്കുന്നെങ്കിൽ 1273. ഈ വാഹനത്തെക്കാളും കറക്റ്റ് 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഡീസൽ HX5 കിട്ടും. അതിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1384, 3 ലക്ഷം രൂപ കൂടുതൽ. അങ്ങനെയാണ് എൻ്റെ പ്രൈസിന്റെ ഒരു ഡിഫറൻസ് കിടക്കുന്നത്. അതായത് 1.2 പെട്രോൾ എഞ്ചിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ, അല്ല, ഏകദേശം 70,000 രൂപ കൂടുതൽ കൊടുത്താൽ ടർബോ പെട്രോൾ ലഭിക്കും. ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് ലഭിക്കണമെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. ഡീസൽ ലഭിക്കണമെങ്കിലും 2 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടണമെങ്കിൽ 3 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടും വെന്യൂലെ ഒരു ബെസ്റ്റ് വേരിയന്റ്, ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള വേരിയന്റ് ഈ HX5 വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ HX5 വീഡിയോ ഇട്ടപ്പോൾ കുറേ വന്ന കമന്റാണ് HX5 1.2 വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇത് പിന്നെ വാഹനം കളറും ബ്ലാക്ക് ആണ്. എനിക്ക് വെന്യൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ബ്ലാക്കിൽ N-ലൈനിലും ബ്ലാക്ക് വരുന്നെന്ന് തോന്നുന്നു. ആ വണ്ടി വരികയാണെങ്കിൽ അതിന്റെ വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.